മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് കാണാപ്പുറം വ്ലോഗിലേക്ക് ആർദ്രവമായി സ്വാഗതം. യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് നമുക്ക് മാതൃക കാണിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഓർമ്മയെ പുതുക്കിക്കൊണ്ടാണ് ബലിപെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ കടന്നു വരുന്നത്. ഈദുൽ അദ്ഹ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിനായി നാം പള്ളികളിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹുകളിലേക്ക് പോവുകയാണ്. പക്ഷേ അങ്ങനെ പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ നാം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മുഅക്കദായ സുന്നത്തായിട്ട്, പ്രബലമായ സുന്നത്തായിട്ട് കൽപ്പിച്ചിട്ടുള്ള ഉളഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ളവർ, സാമ്പത്തികമായി കഴിവുള്ളവർ, അതിന് പ്രാപ്തിയുള്ളവർ അത് അറുക്കൽ ശക്തമായ സുന്നത്താണ് ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ ഒരു കടമയായി മാറുകയാണ്. ഈ ഉളുഹിയ്യത്ത് അറുക്കുന്ന, ബലി അറുക്കുന്ന ആ മൃഗം അള്ളാഹുലേക്ക് എത്തുന്നില്ല. അത് അറുക്കുന്ന വ്യക്തിയുടെ 2 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി നോക്കുന്നത്. ഒന്ന്, ആ വ്യക്തി അറുക്കാൻ കാണിച്ച മനസ്സിൻ്റെ നിഷ്കളങ്കമായ തഖ്വ. അതാണ് അവിടെ അളക്കപ്പെടുന്ന ഏറ്റവും മുഖ്യമായ വിഷയം. എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ബലി അറുക്കുകയാണ് എങ്കിൽ, ബലികർമ്മം നിർവഹിക്കുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ കാണിക്കുക എന്നതാണ്. അയാളുടെ തഖ്വ അവിടെയില്ല. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നോട്ടം ചെല്ലുന്ന ഒരു സ്ഥാനമാണ് തഖ്വ, മനസ്സിൻ്റെ ഉള്ളിലേക്ക്. ആ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന അള്ളാഹുവിനോടുള്ള ഭക്തിയും വിശ്വാസവും സൂക്ഷ്മതയും എത്രയുണ്ട് എന്ന് അളക്കാൻ വേണ്ടിയാണ് ഈ ബലികർമ്മം നിശ്ചയിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കണമെന്ന സ്വപ്നത്തിലൂടെ അറിയിച്ചതും. എത്രത്തോളം ഇബ്രാഹിമിൻ്റെ ആ മനസ്സിൻ്റെ ആ ശക്തി, ആ ദൈവത്തോടുള്ള വിശ്വാസ കാഠിന്യം എത്രത്തോളമുണ്ടെന്ന് അളക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനമായ ലക്ഷ്യവും. അപ്പോൾ അങ്ങനെ ഉളുഹിയ്യത്ത് അറുക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങളുടെ അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാകിൻ, എന്നാൽ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും കാണിക്കുന്ന തഖ്വയുണ്ടല്ലോ, മനസ്സിൻ്റെ ഉള്ളിലെ തഖ്വ, ആ വിശ്വാസം, ഭയഭക്തി, അതാണ് സൂക്ഷ്മത, അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നാം ബലിയർക്കുക. എല്ലാവർക്കും ബലിദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.